കേരളത്തിൽ വലിയ പ്രതീക്ഷയോടെയാണ് UDFനെ അധികാരത്തിൽ എത്തിച്ചിരിക്കുന്നതെന്നും സാധാരണക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് കാതലായ പരിഹാരം കാണുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളതെന്നും മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. UDFന്റെ മുഴുവൻ പ്രവർത്തകരും സർക്കാരിന്റെ ഭാഗമാണ്. ജനങ്ങളിൽ നിന്നും പാർട്ടിക്കാരിൽ നിന്നും അകന്നതാണ് കഴിഞ്ഞ സർക്കാരിന്റെ പരാജയത്തിന് കാരണമെന്നും അത് തിരിച്ചറിഞ്ഞ് UDF പ്രവർത്തകരെ ചേർത്ത് നിർത്തുന്ന ഭരണമായിരിക്കും ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 10 വർഷത്തെ ദുർഭരണത്തിൽ മനമടുത്ത് വലിയ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ UDFനെ അധികാരത്തിലെത്തിച്ചിരിക്കുന്നത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് കാതലായ പരിഹാരം കാണുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. വലിയ വിജയം, വലിയ ഉത്തരവാദിത്വമാണ് നൽകിയിരിക്കുന്നത്. കോതമംഗലത്ത് UDF പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു റോജി എം ജോൺ. ഈ വിജയം 102 സീറ്റിൻ്റെ വിജയം, അല്ലെങ്കിൽ 14-ൽ 14 ഫുൾ A+ കൂടിയിട്ടുള്ള ഈ വിജയം എന്ന് പറയുന്നത് നമ്മൾ ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ അത് വലിയ ഒരു ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യം കൂടി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ചെറിയ വിജയമല്ല. ചെറിയ വിജയം എന്ന് പറഞ്ഞാൽ ചെറിയ ഉത്തരവാദിത്തമാണ്. വലിയ വിജയം എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്തമാണ്. കേരളത്തിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ ഗവൺമെൻറ്റിനെ നോക്കിക്കാണുന്നത്. 10 വർഷത്തെ ദുർഭരണം അവസാനിപ്പിച്ച് UDFനെ അധികാരത്തിലേറ്റുമ്പോൾ ജനങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾക്ക്, സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾക്ക് കാതലായ മാറ്റങ്ങൾ, പരിഹാരങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ സർക്കാരിന് സാധിക്കുമെന്ന വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ജനങ്ങൾ UDFനെ അധികാരത്തിലേറ്റിയിരിക്കുന്നത്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് തുയരാനായിട്ട് ഈ സർക്കാരിന് കഴിയണം. ഈ വിജയത്തിൽ നമുക്ക് സാധിക്കണം. UDFന്റെ ബൂത്ത് തലം വരെയുള്ള മുഴുവൻ പ്രവർത്തകരും സർക്കാരിന്റെ ഭാഗമാണ്. സർക്കാരിനെ മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഉത്തരവാദിത്വം UDF പ്രവർത്തകർ ഏറ്റെടുക്കണം. UDF പ്രവർത്തകരെ ചേർത്ത് പിടിക്കുന്ന സർക്കാരായിരിക്കും ഇത്. ജനങ്ങളിൽ നിന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നും അകന്നതാണ് LDF സർക്കാരിന്റെ പരാജയമെന്നും മന്ത്രി പറഞ്ഞു. ഒരു സർക്കാർ എന്ന് പറയുന്നത് ഒരു മുന്നണിയുടെ ഭാഗമാണ്. ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ മുന്നണിക്ക് മുഴുവനുമാണ്. താഴെ തട്ടിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ആത്മാർത്ഥമായി പ്രവർത്തിച്ച ബൂത്ത് തലത്തിലുള്ള സാധാരണ പ്രവർത്തകർക്ക് വരെ ഈ സർക്കാരിൻ്റെ ഭാഗമായി, ഈ ഭരണത്തിൻ്റെ ഭാഗമായി നിൽക്കാനും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. MLAയുടെ മാത്രം ഉത്തരവാദിത്തമായിട്ടോ, അല്ലെങ്കിൽ മന്ത്രിമാരുടെ മാത്രം ഉത്തരവാദിത്തമായിട്ടോ, അല്ലെങ്കിൽ സർക്കാർ ഞങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സംവിധാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കൈപ്പിടിയിൽ ഇല്ലാത്ത ഒരു സംവിധാനമാണ് എന്ന് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ഇത് നിങ്ങളാണ് ഈ വിജയം സമ്മാനിച്ചതെങ്കിൽ, നിങ്ങളാണ് ഈ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ കാരണമായതെങ്കിൽ, ഈ ഭരണത്തിൻ്റെ ഭാഗമായി എല്ലാ സംവിധാനങ്ങളുടെയും ഭാഗമാകാനായിട്ടുള്ള അവകാശവും ഉത്തരവാദിത്വവും എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സർക്കാർ ജനങ്ങളെ കേൾക്കുന്ന സർക്കാരായിരിക്കണം. ഈ നാടിൻ്റെ ജനപ്രതിനിധികൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനപ്രതിനിധികളായിരിക്കണം. UDF പ്രവർത്തകരെ ചേർത്ത് നിൽക്കുന്ന ഒരു ഭരണമായിരിക്കും ഈ ഭരണം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. GTV ന്യൂസ്, കോതമംഗലം.